പാൻക്രിയാറ്റൈറ്റിസും ഉണ്ട്, ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസും ഉണ്ട്. അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് രൂപപ്പെടുന്നതും, ക്രോണിക് എന്ന് പറഞ്ഞാൽ കാലക്രമേണ നമുക്കത് അനുഭവപ്പെടുന്നതുമാണ് ഈ ക്രോണിക് എന്ന് പറയുന്നത്. ഈ അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് ഉള്ളവർക്ക് നമ്മുടെ വയറിന്റെ മുകൾ ഭാഗത്തായിട്ട് വേദന തോന്നുക, തൊടുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു വേദന ഉണ്ടാവും. പിന്നെ നോസിയ, അതായത് ഓക്കാനം, ഛർദി, വയറ് വേദന അല്ലെങ്കിൽ ഡയേറിയ, പനി, പിന്നെ ടാക്കിക്കാർഡിയ, നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുന്ന ഒരവസ്ഥ, ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ കാണും. ഈ ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് ഉള്ളവരെന്ന് വെച്ചാൽ കാലക്രമേണയായിട്ട് ഈ ഒരു പ്രശ്നം നിലനിന്ന് പോകുന്നവരാണ്. അപ്പൊ അങ്ങനെ വരുന്നവർക്ക് പാൻക്രിയാസിന്റെ ടിഷ്യൂസ് ഒക്കെ ഡാമേജ് ആയിട്ട് പിന്നെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതിന്റെ വേദന എന്ന് പറഞ്ഞാൽ അതികഠിനമായിട്ടുള്ള വേദനയായിരിക്കും ഈ ക്രോണിക് ആയിട്ടുള്ളവർക്ക്. വെയിറ്റ് ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ഡൈജഷന്റെ ഒക്കെ പ്രശ്നം വരുന്നതുകൊണ്ട് തന്നെ സ്റ്റൂളൊക്കെ ഭയങ്കര സ്മെല്ലി അല്ലെങ്കിൽ ഓയിലി ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. ഇനി പാൻക്രിയാസ് വന്നാൽ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. അതിലൊന്നെന്ന് പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ആണ്. അത് കൺഫർമേഷൻ ടെസ്റ്റ് അല്ല, പക്ഷെ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് അമിലേസ്, ലിപ്പേസ് എന്ന് പറയുന്ന എൻസൈംസ് ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പം നോർമലിൽ നിന്നും ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ വാല്യൂസ് അതിന്റെ കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ USG ചെയ്യാം. അത് കഴിഞ്ഞിട്ട് CT സ്കാൻ ആണ് കുറച്ചുകൂടി ആപ്റ്റ് ആയിട്ടുള്ള ടെസ്റ്റ്. CT സ്കാൻ ചെയ്യാം, MRI ചെയ്യാം. ഇനി ഇതിന്റെ കാരണങ്ങൾ പലതാണ്. മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഗോൾ ബ്ലാഡർ സ്റ്റോൺ ആണ്. ഈ ഗോൾ ബ്ലാഡർ സ്റ്റോൺ കാരണം ഇത് നമ്മുടെ പാൻക്രിയാസിന്റെ ഡക്റ്റ് ഉണ്ട്, അതവിടെ വന്ന് അടഞ്ഞിട്ട് പാൻക്രിയാസിന് ഇൻഫ്ലമേഷൻ സംഭവിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പം അത് ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഒരു കാരണമാണ്. പിന്നെ ആൽക്കഹോള്, സ്മോക്കിംഗ് ഒക്കെ ചെയ്യുന്നവരില്, പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ എന്തെങ്കിലും തകരാറ് മൂലം, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാൻക്രിയാറ്റൈറ്റിസ് വരാം. പിന്നെ ട്രോമ എന്തെങ്കിലും, അതായത് നമ്മൾ ആ ഭാഗത്ത് എന്തെങ്കിലും വന്ന് വീഴുകയോ ആ ഭാഗം ഇടിച്ചു വീഴുകയോ അങ്ങനെ ട്രൊമാറ്റിക് ആയിട്ട് പാൻക്രിയാറ്റൈറ്റിസ് കണ്ടുവരാറുണ്ട്. പിന്നെ ഇതൊന്നുമല്ല, കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇഡിയോപ്പതിക് ആയിട്ട് പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടാവാറുണ്ട്. പാൻക്രിയാറ്റൈറ്റിസ് ഉള്ളവര് ഡയറ്റ് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ ആയുർവേദത്തിൽ മെഡിസിൻ ഉണ്ട്. മെഡിസിൻ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഡയറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ പറഞ്ഞു പാൻക്രിയാറ്റിക് ജ്യൂസസ് കാർബോഹൈഡ്രേറ്റിനെയും പിന്നെ ഫാറ്റ്, പ്രോട്ടീൻസ് ഇതിനെയൊക്കെ ദഹിപ്പിക്കുമെന്ന്. അപ്പൊ പാൻക്രിയാറ്റൈറ്റിസ് ഉള്ളവർക്ക് ചിലപ്പോൾ അത്രയും ദഹനത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഈ ഫാറ്റ്, ഒരുപാട് കൊഴുപ്പുകൾ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ച് കഴിക്കണം. ഒരുപാട് കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ, അതായത് കൊഴുപ്പടങ്ങിയ പാല്, തൈര്, ചീസ് അതൊന്നും കഴിക്കാതിരിക്കുക. പിന്നെ റെഡ് മീറ്റ് പോലുള്ള അത് കഴിക്കാതിരിക്കുക. ബേക്കറി ഐറ്റംസ്, ഒരുപാട് മധുരമടങ്ങിയ ഭക്ഷണങ്ങൾ, പിന്നെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ളത്, പിന്നെ ഫാസ്റ്റ് ഫുഡ്, അതായത് നമ്മുടെ പിസ്സ അങ്ങനത്തെ ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കുക. മയണൈസ്, സോസേജ്, പാസ്ത അതുപോലുള്ള ഭക്ഷണങ്ങൾ അതൊക്കെ ഒഴിവാക്കുക. മൈദയുടെ ഉപയോഗം കുറയ്ക്കുക. ഇനി